ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനലിലൂടെ PSCയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിൽ വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. രോഗങ്ങൾ എന്ന് പറയുമ്പോൾ രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ തന്നെ ഓരോ രോഗങ്ങളും ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് ബാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ രോഗങ്ങൾ, അപരനാമങ്ങൾ, ആ ഭാഗത്തു നിന്നൊക്കെ PSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് കോഡ് ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ ഈ ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നോക്കാം. രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പാത്തോളജി. അതൊന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആദ്യത്തേത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ വായുവിലൂടെ പകരുന്ന രോഗമല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ കോഡ് നോക്കാം. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ വന്ന ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. എന്താണ്? ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ വന്ന ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ഇതൊരു 2 സെന്റൻസ് ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്നും എത്ര രോഗങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ചിക്കൻ കഴിച്ച്, അതിലെ ചിക്കൻ എന്നുള്ളതിൽ നിന്നും ചിക്കൻ പോക്സ്, അതുപോലെ കഴിച്ച് ഡിഫ്തീരിയ. ഓക്കെ, രണ്ടാമത്തേതായി ഡിഫ്തീരിയ വന്ന ആന്ധ്രയിലെ, ആന്ധ്ര എന്നുള്ളതിൽ നിന്നും ആന്ത്രാക്സ്, സാറിന് എന്നുള്ളതിൽ നിന്നും സാഴ്സ്, അതുപോലെ ചുമലിൽ എന്നുള്ളതിൽ നിന്നും വില്ലൻ ചുമ. 5 ഇഞ്ചക്ഷനുമുണ്ട് അല്ലേ. 5 എന്നുള്ളതിൽ നിന്നും 5-ാം പനി. ഇഞ്ചക്ഷനുമുണ്ട് എന്നുള്ളതിൽ നിന്നും ഇൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ, ജ എന്ന് പറയുന്നത് ജലദോഷം, ക്ഷ എന്ന് പറയുന്നത് ക്ഷയം, ന്യൂ എന്ന് പറയുന്നത് ന്യൂമോണിയ. ന്യൂമോണിയയുടെ സ്പെല്ലിങ് നമുക്ക് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ആണ്, പക്ഷെ നമ്മൾ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ന്യൂമോണിയ, ന്യൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. മുണ്ട് എന്ന് പറയുന്നത് മുണ്ടിനീര്. അപ്പൊ എത്ര രോഗങ്ങളായി? ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, സാഴ്സ്, വില്ലൻ ചുമ, 5-ാം പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. ഓക്കെ, അപ്പൊ ഈ 2 സെന്റൻസ് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് കോഡ്? ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ വന്ന ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ഇത് ഓർത്ത് വെച്ചാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളെല്ലാം നമുക്ക് ഓർത്താനായിട്ട് പറ്റും. അടുത്തത് നോക്കാം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ നോക്കി. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ കോഡ് LDC പരീക്ഷ താജ് ഹോട്ടലിൽ. നോക്കുക, പരീക്ഷയുടെ P എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഹോട്ടൽ എന്നുള്ളതിലെ H മാത്രം ഇംഗ്ലീഷ് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളത് ഓർത്ത് വെക്കാനുള്ള കോഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, LDC പരീക്ഷ താജ് ഹോട്ടലിൽ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളായി എന്തൊക്കെയാണ് നോക്കാം. LDC എന്ന് പറയുന്നതിലെ L എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് ആണ് എന്ത്? L എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് ഡിസെൻട്രി അഥവാ വയറിളക്കം. ഡിസെൻട്രി ആണ് D. അതുപോലെ C എന്ന് പറയുന്നത് കോളറ. അടുത്തത് പരീക്ഷ എന്നുള്ളതിലെ P എന്ന് പറയുന്നത് പോളിയോ. T എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. T ടൈഫോയിഡ്, താജിലെ T ടൈഫോയിഡ്. A അമീബിയാസിസ് അഥവാ വയറുകടി. J എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്, ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഹോട്ടലിൽ എന്നുള്ളതിലെ H എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ കോഡ് എന്താണ്? LDC പരീക്ഷ താജ് ഹോട്ടലിൽ. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് രോഗങ്ങളൊക്കെ കിട്ടും. എന്താണ്? L ലെപ്റ്റോസ്പൈറോസിസ്, D ഡിസെൻട്രി, C കോളറ, P പോളിയോ, T ടൈഫോയിഡ്, A അമീബിയാസിസ്, J ജോണ്ടിസ്, H ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഡ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. അടുത്തത് വൈറസ് രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങളുടെ കോഡ് നോക്കാം. DYSPയുടെ അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ. എന്താണ് കോഡ്? DYSPയുടെ അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ. ഇതാണ് നമ്മുടെ കോഡ്. നോക്കാം എന്തൊക്കെയാണെന്ന്. DYSP എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഡെങ്കി ഫീവർ, D എന്ന് പറയുന്നത് ഡെങ്കി ഫീവർ, Y എന്ന് പറയുന്നത് യെല്ലോ ഫീവർ,
എസ് എന്ന് പറയുന്നത് സാൾസ്, പി എന്ന് പറയുന്നത് പോളിയോ. DYSPയുടെ അമ്മച്ചിക്ക്, അതിലെ അമ്മച്ചി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് നോക്കാം. എ എന്ന് പറയുന്നത് എയ്ഡ്സ്, എം എന്ന് പറയുന്നത് മീസിൽസ്, അടുത്ത എം മംസ്, ഇ എന്ന് പറയുന്നത് എബോള, സി എന്ന് പറയുന്നത് ചിക്കൻ പോക്സ്, എച്ച് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ്, ഐ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ, അടുത്തത് എന്താണ് ഹൈഡ്രോഫോബിയ. അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ, അതെന്താണ് ഹൈഡ്രോഫോബിയ തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് വൈറസ് രോഗങ്ങൾ. അപ്പൊ വൈറസ് രോഗങ്ങളുടെ കോഡ് ഓർത്ത് വെക്കുക. DYSPയുടെ അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ. സിമ്പിൾ അല്ലേ, ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാണ്? ഡെങ്കി ഫീവർ, യെല്ലോ ഫീവർ, സാൾസ്, പോളിയോ, എയ്ഡ്സ്, മീസിൽസ്, മംസ്, എബോള, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലുവൻസ, ഹൈഡ്രോഫോബിയ. അപ്പൊ ഇത്രയും അസുഖങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഈ കോഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത സെക്ഷൻ നോക്കാം. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എന്താണ്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. കോഡ് നോക്കാം. കോടി പ്ലെയിൻ വിറ്റു ബസ് വാങ്ങി. എന്താണ് നമ്മുടെ കോഡ്? കോടി പ്ലെയിൻ വിറ്റു ബസ് വാങ്ങി. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് ഓരോ അസുഖങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കുറേ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ടാണ് ഇങ്ങനത്തെ ജസ്റ്റ് ചെറിയ കോഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ നോക്കാം. കോടി പ്ലെയിൻ വിറ്റു ബസ് വാങ്ങി. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? കോടി എന്നുള്ളതിൽ നിന്നും കോ എന്ന് പറയുന്നത് കോളറ, ഡി കോടിയിലെ ഡി എന്ന് പറയുന്നത് ഡിഫ്തീരിയ. കോടി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കോളറ, ഡിഫ്തീരിയ. ഇനി പ്ലെയിൻ എന്ന് പറയുമ്പോൾ പ്ലെയിനിലെ പി എന്ന് പറയുന്നത് പ്ലേഗ്, എൽ ലെപ്രസി, എ ആന്ത്രാക്സ്, NE ന്യൂമോണിയ. നമ്മൾ ഓർക്കാനായിട്ട് എളുപ്പത്തിന് ന്യൂമോണിയ, NE എന്നുള്ളത് ഓർക്കുന്നു, ന്യൂമോണിയ. അപ്പൊ പ്ലെയിൻ ആയി. ഇനി വിറ്റു എന്നുള്ളതിൽ വി എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ്. ഓക്കെ, വില്ലൻ ചുമ. ടി എന്ന് പറയുന്നത് ടെറ്റനസ്, വിറ്റു എന്നുള്ളതിൽ TU എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ്. ബസ് എന്നുള്ളതിൽ ബി ബോട്ടുലിസം, എസ് സിഫിലിസ്. അപ്പൊ എന്തൊക്കെയാണ്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. കോടി പ്ലെയിൻ വിറ്റു ബസ് വാങ്ങി. ഇതാണ് നമ്മുടെ കോഡ്. അസുഖങ്ങൾ എന്തൊക്കെയാണ്? കോളറ, ഡിഫ്തീരിയ, പ്ലേഗ്, ലെപ്രസി, ആന്ത്രാക്സ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ട്യൂബർകുലോസിസ്, ബോട്ടുലിസം, സിഫിലിസ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം. അടുത്തത് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോഡ് നോക്കാം. അത്ലറ്റ് ആയ ആനിക്ക് ചുണങ്ങും വട്ടച്ചൊറിയും വന്നു. നമ്മൾ ഓർത്ത് വെക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. നോക്കാം. അത്ലറ്റ് ആയ ആനിക്ക് ചുണങ്ങും വട്ടച്ചൊറിയും വന്നു. ഏതൊക്കെയാണ് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ? അത്ലറ്റ് എന്നുള്ളതിൽ നിന്നും അത്ലറ്റ്സ് ഫൂട്ട്, ആയ ആനിക്ക്, ആനി എന്നുള്ളതിൽ നിന്നും ആണി എന്ന് ഓർക്കുക. ആനി ആണിയായിട്ട് ഓർക്കുക. അപ്പോൾ ആണി രോഗം, ചുണങ്ങും വട്ടച്ചൊറിയും വന്നു. അപ്പോൾ ചുണങ്ങ്, വട്ടച്ചൊറി. ഓക്കെ ആയല്ലോ. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അത്ലറ്റ് ആയ ആനിക്ക് ചുണങ്ങും വട്ടച്ചൊറിയും വന്നു. കോഡ് ഓർക്കുക. അത്ലറ്റ്സ് ഫൂട്ട്, ആണി രോഗം, ചുണങ്ങ്, വട്ടച്ചൊറി. ഇത്രയുമാണ് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അടുത്തത് നോക്കാം. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. അടുത്തത് കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. കോഡ് നോക്കാം. ചിക്കുവും ഡെങ്കുവും വെസ്റ്റ് ജപ്പാനിലെ മഞ്ഞമല മാന്തി. എന്താണ് നമ്മുടെ കോഡ്? ചിക്കുവും ഡെങ്കുവും വെസ്റ്റ് ജപ്പാനിലെ മഞ്ഞമല മാന്തി. ഇതാണ് കോഡ്. ഏതൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ എന്ന് നോക്കാം. കൊതുക് പരത്തുന്ന രോഗങ്ങൾ. ചിക്കുവും എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചിക്കുൻഗുനിയ, ചിക്കുൻഗുനിയ. ഡെങ്കുവും എന്നുള്ളതിൽ നിന്നും ഡെങ്കിപ്പനി. വെസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് നൈൽ. ജപ്പാനിലെ എന്നുള്ളതിൽ നിന്നും ജപ്പാൻ ജ്വരം. മഞ്ഞമല, മഞ്ഞ എന്നുള്ളതിൽ നിന്നും മഞ്ഞപ്പനി. മല എന്നുള്ളതിൽ നിന്നും മലേറിയ. മാന്തി എന്നുള്ളതിൽ നിന്നും മന്ത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ കൊതുക് പരത്തുന്ന രോഗം ഏത്, അല്ലെങ്കിൽ കൊതുക് പരത്താത്ത രോഗം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ ജസ്റ്റ് ഈ കോഡൊന്ന് ഓർത്ത് വയ്ക്കുക, എന്തായാലും നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ചിക്കുവും ഡെങ്കുവും വെസ്റ്റ് ജപ്പാനിലെ മഞ്ഞമല മാന്തി. എന്താണ്, ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന രോഗങ്ങൾ? ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, വെസ്റ്റ് നൈൽ, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി, മലേറിയ, മന്ത്. അപ്പോൾ ഇത്രയുമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. നമ്മൾ ഇത്ര നേരം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, താഴെ തന്നിരിക്കുന്നവയിൽ
ഏത് ശരീരഭാഗത്തെയാണ്, ഇന്ന ഒരു രോഗം തന്നിട്ട് അത് ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഓരോ ശരീരഭാഗത്തെയും ബാധിക്കുന്ന രോഗങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ളൊരു കോഡാണ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ. അതിനുള്ള കോഡ് റാംപ് എന്നതാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ കോഡ് റാംപ് ആണ്. റാംപ് എന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? ആർ എന്ന് പറയുന്നത് റാബിസ്, എ എന്ന് പറയുന്നത് അൽഷിമേഴ്സ്, എം എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ്, പി എന്ന് പറയുന്നത് പോളിയോ മൈലൈറ്റിസ്. എന്തൊക്കെയാണ്? ആർ റാബിസ്, എ അൽഷിമേഴ്സ്, എം മെനിഞ്ചൈറ്റിസ്, പി പോളിയോ മൈലൈറ്റിസ്. അപ്പൊ ഇത്രയുമാണ് എന്ത് തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ. എന്തായാലും ഓർത്തു വയ്ക്കുക, എളുപ്പമാണ്. 1-2 തവണ പറഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആവും. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക. അടുത്തത് ശ്വാസകോശ രോഗങ്ങളാണ്. ഏതാണ്? ശ്വാസകോശ രോഗങ്ങൾ. കോഡ് നോക്കാം. SB ANS ആണ്. SB ANS എന്ന് ഓർത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഗങ്ങൾ. SB ANS. S എന്ന് പറയുന്നത് സിലിക്കോസിസ് ആണ്. B എന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ്, A എന്ന് പറയുന്നത് ആസ്മ, N എന്ന് പറയുന്നത് ന്യൂമോണിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമോണിയ എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ N എന്ന് ഓർത്ത് വെക്കുന്നത്. സ്പെല്ലിങ് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് നമ്മൾ ന്യൂമോണിയ എന്ന് എടുക്കുന്നു. T ട്യൂബർകുലോസിസ്, S എന്ന് പറയുന്നത് സാൾസ്. ഓക്കെ, അപ്പൊ ശ്വാസകോശ രോഗങ്ങളാണ്. അതിന്റെ കോഡ് എന്താണ്? SB ANS എന്ന് പറയുന്നു. S എന്ന് പറഞ്ഞാൽ സിലിക്കോസിസ്, B ബ്രോങ്കൈറ്റിസ്, A ആസ്മ, N ന്യൂമോണിയ, T ട്യൂബർകുലോസിസ്, S എന്ന് പറയുന്നത് സാൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോഡുകളും കൂടിയിട്ട് ഒത്തിരി കോഡുകൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ മറന്നു പോകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ കണ്ണെത്തുന്നിടത്ത് ഒരു ചാർട്ടിലോ എന്തിലെങ്കിലും എഴുതിയിട്ട് തൂക്കുക. അപ്പോൾ നിങ്ങൾ എന്നും അത് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും അത് നിൽക്കും. അപ്പോൾ എല്ലാ കോഡും കൂടെ മാറിപ്പോകുന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ കുറച്ച് തവണ അത് വായിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എക്സാമിന് ഓർമ്മ വന്നോളും. അടുത്തത് നമ്മൾ നോക്കുന്നത് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ്. രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും. ഇവിടെ നോക്കാം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ക്ഷയം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രക്തസമ്മർദ്ദമാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണ്. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. വിശപ്പിന്റെ രോഗം മരാസ്മസ് ആണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. അപ്പോൾ ഒരു രോഗം തന്നിട്ട് അതിൻ്റെ അപരനാമം ചോദിക്കാം, അല്ലെങ്കിൽ അപരനാമം തന്നിട്ട് അത് ഏത് രോഗമാണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നോക്കാം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. വിശപ്പിന്റെ രോഗം മരാസ്മസ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. ഇനി PSCക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 2-3 രോഗങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ. നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യത്തേത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഏത്? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം അല്ലെങ്കിൽ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഹീമോഫീലിയയാണ്. ഹീമോഫീലിയയാണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ജീവകം കെയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിക്കാം. ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഭാവം മൂലമാണ് എന്ത്? രക്തം കട്ട പിടിക്കാതിരിക്കുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ ഏതാണ്, അല്ലെങ്കിൽ ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹീമോഫീലിയയാണ്. ഇനി രക്തത്തില് ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അനീമിയ ആണ്. അനീമിയ ആണ് രക്തത്തിലെ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം. ഇനി ഓക്സിജന്റെ അഭാവം മൂലം RBC അരിവാള് പോലെ ചുരുങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയ ആണ് എന്താണ്
RBC എന്താ അരിവാള് പോലെ ചുരുങ്ങുന്നു. എന്തിന്റെ കുറവ് മൂലം? ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാള് പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അതുപോലെ ഹീമോഫീലിയ എന്തായിരുന്നു? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജീവകം കെയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹീമോഫീലിയയാണ്. അതുപോലെ രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയുമാണ് രോഗങ്ങളെ കുറിച്ച് പറയാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും കോഡ്സും എല്ലാം യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.